ഇന്ന് നമുക്ക് ഒരു കാട്ടുപന്നിയുടെ അല്ലെങ്കിൽ വേണ്ട ഒരു കാട്ടുമൈരന്റെ കുറച്ച് ഉപദേശങ്ങൾ കേൾക്കാം. കേരളത്തിൽ ഇനി ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ സാധാരണക്കാരുണ്ട് എന്ന് പറഞ്ഞ് ആര് രംഗത്തിറങ്ങിയാലും അവരും രാജ്യദ്രോഹികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. നമ്മുടെ ഇതാണ് ഞാൻ പറഞ്ഞ ആ കാട്ടുമൈരൻ. ഇവ കുറച്ചു ദിവസം മുമ്പ് വേടനെ കുറ്റവും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു. അതായത് ഇന്ത്യൻ മിലിറ്ററി എന്താണ് വേടൻ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതെന്തിനാ അറിയോ? ആ സമയത്ത് അങ്ങനെ ഒരു വീഡിയോ ഇറക്കിയാൽ വേടന്റെ ആൾക്കാർ ഇവനെ തെറി കമന്റ് ചെയ്യും, സംഘികള് ഇവനെ സപ്പോർട്ട് ചെയ്യും, അപ്പൊ ഇവന്റെ വീഡിയോ റീച്ച് ആവും. ഇപ്പൊ ഇവനെ ഈ തേങ്ങ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തിനറിയോ? ഇത് രാജസ്നേഹം തലക്ക് പിടിച്ചിട്ട് വരുമെന്നല്ല. ഇങ്ങനെ പറഞ്ഞു വരുമ്പോ മുസ്ലിങ്ങൾ കുറച്ച് പേര് ഇവനെ തെറി പറയും, സംഘികൾ കുറച്ച് പേര് ഇവനെ സപ്പോർട്ട് ചെയ്യും, അപ്പൊ അവന്റെ വീഡിയോ റീച്ച് ആകും. വെറും റീച്ചിന് വേണ്ടിയുള്ള ഒരു പട്ടി ഷോ മാത്രമാണ് ഈ കാട്ടുപന്നി ഇപ്പൊ ഇവിടെ കാണിക്കണത്. കുറച്ചുകൂടി കേൾക്കാം. ഇതിനെതിരെ എന്തെങ്കിലും പറയണമെന്നൊക്കെ വിചാരിക്കുന്ന സകലർക്കുമുള്ള ഒരു സന്ദേശം, കൃത്യമായ നടപടി അത് സ്പോട്ടിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകര സംഘടനയും ഭീകര രാജ്യത്തെയുമാണ് നമ്മുടെ രാജ്യം അടിച്ചൊതുക്കുന്നത്. ആ കേന്ദ്ര നേതൃത്വത്തിന് നമ്മുടെ കേരളത്തിലുള്ള സകലത്തിനെയും ഒതുക്കാനൊന്നും പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട എന്നുള്ളതും ശത്രുവാണ്. നമ്മൾ എടുത്തു പറയാറുണ്ട്, ഖത്തറില് ഹമാസ് എന്നത് ഒരു ഭീകര സംഘടനയാണ് എന്നും അവർ നമ്മുടെ രാജ്യത്തിന് എതിരെയാണ് എന്നും നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ ലേറ്റസ്റ്റ് പ്രഖ്യാപനത്തോടെ സകല ആളുകളും തിരിച്ചറിയണം. നമ്മുടെ നീ ആരെയാണ് രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത്? മുസ്ലിങ്ങളെയോ ആണോ? എടാ, പാകിസ്ഥാൻ നാട്ടിലിരുന്നു കൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുന്നു. നീ ഇന്ത്യയിലിരുന്നു കൊണ്ട് ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നീയും പാകിസ്ഥാൻകാരും ഒക്കെ ഒരേ നാണയത്തിന്റെ ഇരുവശമല്ലടാ നാറി, അല്ലേ? പിന്നെ നീ എന്ത് തേങ്ങക്കട ഈ ചലക്കണത്? സംഖ്യയുടെ 10 ലൈക്ക് കിട്ടാനോ? എടാ, ആദ്യം നിന്നെയാണ് ഈ നാട്ടിൽ നിന്ന് അടിച്ചു പൊട്ടിക്കേണ്ടത്. കാരണം നീ ഒരു പക്ക വർഗീയവാദിയാണ്, ഒരു കലാപം ഉണ്ടാക്കാൻ നടക്കുന്ന പക്ക തീവ്രവാദിയാണ് നീ. ഇനി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തം ഉമ്മയെ വരെ 10 ഉറുപ്പ്യ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നീ കൂട്ടിക്കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വേട്ടാവളിയൻ മൈരനാണ് നീ. അതാണ് നിന്റെ സ്റ്റാൻഡേർഡ്. അത് നീ ആദ്യം മനസ്സിലാക്കി. നീ ജനിച്ചത് മുസ്ലിം മതത്തിലല്ലേ എന്ന് പറയപ്പെടുന്നു. നിന്റെ പേര് മുസ്ലിം പേരായതുകൊണ്ട് ഞാൻ പറയാണ്. എടാ, ആ മതത്തിലുള്ള ആൾക്കാരെയും ഒറ്റുകൊടുത്ത് ആ മതത്തിന്റെ പരദൂഷണവും പറഞ്ഞ് ആ മതത്തിനെ കരുവാരി തേച്ചുകൊണ്ട് സംഘികളെ സൂപ്പിച്ച് ജീവിക്കുന്ന ഒരു മൈരനാണ് നീ. അത് നീ മറക്കരുത്, അല്ലേ? നിനക്ക് സംഘികളോട് ഒരു ഉത്തരവാദിത്വമില്ല. ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തോട് നിനക്ക് ഒരു സ്നേഹമില്ല. പാകിസ്ഥാനിൽ നിന്ന് നിനക്ക് കുറച്ച് പൈസ നിന്റെ അണ്ണാക്കിലേക്ക് കിട്ടുന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ നീ ഇന്ത്യയും ഒറ്റുകൊടുക്കും, ഈ സംഖ്യകളെ നീ അവർക്ക് കൂട്ടിയും കൊടുക്കും. അതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു ഓളയാണ് നീ. നീ ഭയങ്കര അയിപ്പായിട്ടൊന്നും പറയും വേണ്ട. എടാ, ജനിച്ച മതത്തിനോട് സ്നേഹമില്ല, മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള മനസ്സ് നിനക്കില്ല. നീ എല്ലാവരിലും കാണുന്നത് വർഗീയത. അങ്ങനെയുള്ള നിനക്ക് എങ്ങനെയാടാ നാറി ഈ രാജസ്നേഹം ഉണ്ടാകുന്നത്? അറിയാൻ മേലാണ്ട് ചോദിക്കുക, എങ്ങനെയാണ് നിനക്ക് രാജസ്നേഹം ഉണ്ടാകുന്നത്? പട്ടി, നീ വെറും ഷോ അല്ലേ ഈ കാണിക്കണത്? സംഖ്യനെ സൂചിപ്പിച്ചിരുന്നാലും ലൈക്ക് കിട്ടാനും സംഖ്യയുടെ നക്കാപ്പിച്ച കിട്ടാനും എല്ലാം നാറി നീ കാട്ടിക്കൂട്ടുന്നത് ഈ പട്ടി ഷോ. നീയാണോ മുസ്ലിങ്ങളെ രാജസ്നേഹം പഠിപ്പിക്കാൻ ഇറങ്ങി വന്ന ദൈവദൂതൻ? 10 രൂപ കിട്ടുകയാണെങ്കിൽ ഉമ്മയെ വരെ കൂട്ടിക്കൊടുക്കാൻ ഒരു മടിയില്ലാത്ത നാറിയാണ് നീ. നിന്നെ കുറച്ച് കേരളത്തിലെ കുറച്ച് ആൾക്കാരൊക്കെ അറിയാം, നീ ഒരു പക്ക നാറി ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ നീ ഈ രാജസ്നേഹത്തിന്റെ കാര്യമൊക്കെ പറയണതിലാണ് എന്തിനാ ഓളെ? അറിയാൻ മേലാണ്ട് ചോദിക്കാം. ഈ പാറപ്പുറത്ത് വരയ്ക്കുന്ന ചിരട്ട സൗണ്ടും വെച്ചുകൊണ്ട് നീ സംഘികളെ മൂഞ്ചിച്ച് നക്കിക്കോ. പക്ഷെ കേരളത്തിലെ എല്ലാ ജനങ്ങളും നിന്നെ പോലെ പൊട്ടന്മാരാണെന്ന് കരുതുന്നുണ്ടല്ലോ, അത് നിന്റെ തെറ്റാണ്. അപ്പൊ പൊന്നാര അണ്ടിമൊക്ക ശാഖയിലെ കുണ്ടൻ സംഖ്യകളെ ഞാൻ പറയണെങ്കിൽ ഈ നാറി പറയുന്ന ഈ ഡയലോഗും കേട്ടിട്ട് നിങ്ങളിങ്ങനെ അർമാദിച്ചോ. പാകിസ്ഥാനിൽ നിന്ന് 10 ഉറുപ്പ്യ ഇവന് കിട്ടുന്നുണ്ടെങ്കിൽ ഇവൻ നിങ്ങളുടെ 5 വരെ അവർക്ക് കച്ചവടമാക്കി കൊടുക്കും. അങ്ങനത്തെ ഒരു തൊലുപ്പനാണ് ഈ തൊലുപ്പൻ. കാര്യത്തിൽ പറയാം, അത് തൊൽപ്പനാണ്. കാരണം ജനിച്ച മതത്തിന് ഒരു മനസാക്ഷിയില്ലാതെ ഇങ്ങനെ പച്ചയ്ക്ക് ആക്ഷേപിക്കുകയും പച്ചയ്ക്ക് തന്തയ്ക്ക് വിളിക്കുകയും പച്ചയ്ക്ക് വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഈ നാറിക്ക് എവിടെ നിന്നാണ് രാജസ്നേഹം ഉണ്ടാകുക? രാജസ്നേഹം ഉണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യനെയും ഒരു കണ്ണുകൊണ്ടും ഒരു മനസ്സുകൊണ്ടും സ്നേഹിക്കാനുള്ള കഴിവുണ്ടാകണം. അല്ലാതെ ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് 24 മണിക്കൂറും ആ മതത്തെ മാത്രം കുറ്റം പറയുന്ന ഈ നാറിക്ക് രാജസ്നേഹം ഉണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവൻ വെറും പട്ടിഷോ.
ബട്ടിഷോ ഇവനെപ്പോലുള്ള കുറെ നാറികളുണ്ട് ഈ കേരളത്തിനകത്ത്. അവന്മാരെ ആദ്യം അടിച്ചോട്ടി കഴിഞ്ഞാല് ഇവിടുത്തെ പരമാവധി വർഗീയത കുറയും. സത്യമാണ്, പരമാവധി വർഗീയത കുറയും. അല്ലാതെ ഈ നാറിക്ക് രാജസ്നേഹം ഉണ്ടായത് കൊണ്ടൊന്നല്ല ഇവിടെ വന്ന് ചലിക്കണത്. വലിച്ചു നീട്ടണ്ട. ഈ നാറിന്റെ വീഡിയോ കുറെ ഉണ്ട്, വലിച്ചു നീട്ടാൻ എനിക്ക് ആഗ്രഹമില്ല. ഒറ്റ വാക്യത്തിൽ പറയണെങ്കിൽ 10 ഉറുപ്പ്യ കിട്ടുന്നുണ്ടെങ്കിൽ സ്വന്തം ഉമ്മയെ വരെ കൂട്ടിക്കൊടുത്ത് ജീവിക്കാൻ ഒരു മടിയില്ലാത്ത ഒരു വേട്ടാവലിയൻ. അത്ര തന്നെ അവനെ വിശേഷിപ്പിക്കണല്ലോ. ഭയങ്കര അയ്പൊന്നും കൊടുക്കണ്ട, അത്ര തന്നെ ഉള്ളൂ.